ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? സോ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ചെറിയ ആൻഡ് കുറേ പ്രോഗ്രസ് ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ മെയിനായിട്ട് ഇന്ന് എന്ത് ബിൽഡ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നമുക്ക് ഈ സുഗുവിനെ നമുക്കൊരു വീട് പണിഞ്ഞു കൊടുക്കാമെന്ന്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അതിനുള്ള ടൈം ആയിട്ടില്ല, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് നോക്കിയിട്ട് പണിയാന്ന്. ഇപ്പം ഞാൻ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ക്യാറ്റ് ഉണ്ടല്ലോ, യൂക്കി എന്നാണ് അവളുടെ പേര്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. യൂക്കി ഇത് അവിടെ കൂടെ നടക്കുന്നുണ്ട്, അത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യൂക്കി, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. സോ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു വീടാണ് ഉണ്ടാക്കുന്നത്. തട്ടിക്കൂട്ട് വീടാണ് കേട്ടോ. ഞാനിങ്ങനെ ട്യൂട്ടോറിയലൊന്നും ഒക്കെയല്ല ചെയ്യുന്നത്, ചുമ്മാ അങ്ങ് ചെയ്യുകയാണ്. അതുകൊണ്ട് വലിയ ലുക്കൊന്നും പ്രതീക്ഷിക്കേണ്ട, ബട്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീടാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ക്യാറ്റ് ഹൗസ് വലിയ പെർഫെക്റ്റ് ആക്കണം എന്ന് എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്കെൻ്റെ ഡോഗ് ഹൗസ് ഇല്ലേ, നമ്മുടെ ഈ സുഗുവിൻ്റെ ഹൗസ്, അത് കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ക്യാറ്റിനെ ഞാൻ അധികം അങ്ങനെ ഇതാക്കിയിട്ടില്ല. ബട്ട് ഡോഗ് അങ്ങനെയല്ല, ഞാൻ കുറേ കൊണ്ട് നടന്നിട്ടുള്ളതാണ്. സോ റൂഫിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലാബാണ് യൂസ് ചെയ്യുന്നത്. സ്ലാബ് എടുത്തതിന് ശേഷം ഇതുപോലെ മണ്ടയിൽ ഇങ്ങനെ ഒരു അടപ്പ് പോലെ വെക്കുക. പിന്നെ ഇതുപോലെ ഈ ഒരു സ്റ്റാൻഡൊക്കെ എടുത്ത് മാറ്റിയൊരു എയറിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. കുറച്ചും കൂടി നമുക്ക് ലുക്കാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി കുറച്ചും കൂടി വലുതാക്കി പണിയുമ്പോൾ കുറച്ചുകൂടി രസമുണ്ടാവും. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്കിത് കുറച്ചും കൂടി ഡീറ്റെയിൽ ചെയ്താൽ കുറച്ചുകൂടി രസമുണ്ടാവും. ഡീറ്റെയിലിങ്ങിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. കുറേ കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് ബോൺ മെയിൽ ചെയ്യണം ഫസ്റ്റ്, പിന്നെ ലാൻഡ് ഓൺ വെക്കണം, പിന്നെ മെയിനായിട്ട് വേറെ ഒന്നുമില്ല, അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറേ ബോൺ മെയിൽ ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ കുറേ ബോൺ ഉള്ളതുകൊണ്ട് ഇതുപോലെ കുറേ ബോൺ മെയിൽ ഉണ്ടാക്കാം. പിന്നെ ഷവൽ വേണം, മറ്റേ പാത്ത് പോലത്തെ സംഭവം സെറ്റാക്കാൻ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ വീട്ടിൽ വന്നിട്ട് ഇവിടെ ഫുൾ ബോൺ മെയിൽ ചെയ്യാം. സോ നമ്മളിവിടെ ഫുൾ ബോൺ മെയിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു ക്രൗഡി ഫീൽ ഉണ്ടാവും. എനിക്ക് ഇഷ്ടമാണ് ഈ ഫീൽ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പാത്ത് സെറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ പണിഞ്ഞ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള സോറി യൂക്കി, ഇപ്പോൾ ചത്തുപോയിനെ. അപ്പോൾ പാത്ത് സെറ്റാക്കിയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതുപോലെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇത് എന്തോപോലെ ഉണ്ട്, നമുക്ക് കുറച്ചും കൂടി വലുതാക്കി കുറച്ചുകൂടി സെറ്റാക്കി നോക്കാം. അപ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുന്നത്. സോ അത് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ പാത്തൊക്കെ സെറ്റാക്കി ദെൻ നമുക്ക് ലാൻഡേൺ വെക്കണം. ലാൻഡേൺ എൻ്റെ കയ്യിൽ 4 ഉണ്ട്. സോ അത് നമുക്ക് വെക്കാം. സോ ഇനി എനിക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ ഫാം ഉണ്ടല്ലോ, അതിന് കുറച്ചും കൂടി ഒന്ന് ഇതാക്കാം. എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വലുതാക്കാം. എനിക്ക് ഈ ഒരു ഫാം മീൻസ് ഈ ഒരു ട്രീ ഫാം കുറച്ചും കൂടി വലുതാക്കി കുറച്ചുകൂടി ബെറ്ററാക്കി ബിൽഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ പ്രോബ്ലംസ് പറ്റില്ല. കാരണം ഇപ്പോൾ എനിക്ക് ആ ഒരു ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ഐഡിയ നല്ല കിട്ടിയിട്ട് ചെയ്യാൻ വിചാരിച്ചു. സോ ഫൈൻ, നമ്മൾ ഇപ്പോൾ ഇത് കുറച്ച് വലുതാക്കി നമുക്കിനകത്ത് സാപ്ലിംഗ് ഒക്കെ നട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഓരോ ബിൽഡിങ്ങിനൊക്കെ വുഡ് വേണമല്ലോ. സോ അതിന് വേണ്ടി നമ്മൾ നട്ടാലേ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സാപ്ലിംഗ് എടുക്കാം. ഞാൻ സ്പ്രൂസും അതുപോലെ തന്നെ ഓക്കുമാണ് നടുന്നത്. എൻ്റെ സ്റ്റോറേജിൽ വേറെ സാപ്ലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ ഇവിടുന്ന് പെട്ടിലിരിക്കണ കുറച്ച് എടുത്തോന്നുള്ളൂ. അപ്പോൾ ഉള്ളതൊക്കെ നമുക്ക് അടുപ്പിച്ച് അങ്ങനെ നട്ടു കൊടുക്കുക. ഗ്രോത്ത് ആവുന്നതിനനുസരിച്ച് വളർന്നാൽ മതി. സ്പ്രൂസ് ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും അടുപ്പിച്ച് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ. പക്ഷേ വളരും കേട്ടോ, നല്ല വുഡൊക്കെ കുറേ കിട്ടും. അപ്പോൾ അതും നട്ടു. അതുപോലെ നമുക്ക് അടുത്തായിട്ട് ഇവിടെ ഓക്കാണ് നടാനുള്ളത്, ഓക്കിൻ്റെ സാപ്ലിങ്. അപ്പോൾ അത് നമുക്ക് അടുപ്പിച്ച് കുറേ നട്ടാലും പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവും. അത്യാവശ്യം നല്ല വലിയ മരം പോലെ ഉണ്ടാവും. അപ്പോൾ അതും നമ്മളവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. അത് കുറേ സാപ്ലിംഗ് ഉണ്ട്. സോ അതും ഞാൻ നട്ടു കൊടുക്കുന്നുണ്ട്. സോ അത്രയും നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫാമിൻ്റെ ഇത് സെറ്റായി. മൈൻക്രാഫ്റ്റിൽ ഏറ്റവും കൂടുതലൊരു ഇതുള്ള പരിപാടിയാണിത്. അതായത് നമ്മൾ ഉണ്ടാക്കി മാത്രം വെച്ചാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യണം. എന്നാൽ അത് കറക്റ്റ് ആയിട്ടുള്ളൊരു വർക്കിലേ ചെയ്യുള്ളൂ, അല്ലെ ഓട്ടോമാറ്റിക് ഒക്കെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഫൗണ്ടൈൻ നിർമ്മിക്കുമോ എന്നുള്ളത് ഒരു ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. ഉണ്ടാക്കാം കേട്ടോ, ഞാൻ എൻ്റെ ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഉണ്ടാക്കാം. അത് നമ്മൾ ഇന്നെന്തായാലും
ഇന്നല്ല നാളത്തെ വീഡിയോയിൽ നമ്മൾ അതായിരിക്കും ഇടുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ വലിയ ഒന്നും വേണ്ട കേട്ടോ, നമ്മുടെ ഈ ഒരു ഏരിയക്ക് പറ്റണ മാതിരിയുള്ള ചെറിയ ബേഡ്സ്, കുഞ്ഞു ബേഡ്സ്, സ്മോൾ ബേഡ്സ്. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എൻ്റെ ക്യാരക്ടർ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്, അത് മാറുന്നതായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മാറുന്നതാണ് കേട്ടോ, സാരമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒതുക്കലും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അടുത്തടി കാണാൻ നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കുത്തിയിരുന്ന് കണ്ടു ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്കറിയാം, നിങ്ങളൊക്കെ എൻ്റെ ഫാൻസ് ആണെന്ന് എനിക്കറിയാം. അതിനോ അപ്പോൾ നമുക്കിനി അടുത്തടി കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മളെന്തായാലും 100+ ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. ഇനിയും കൂട്ടണം എന്നാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് പറ്റും. അപ്പോൾ അടുത്തടി കാണാം. ബൈ.